തമിഴ്നാട് കൃഷ്ണഗിരിയിൽ ജോലിക്കായി പോയ ഹരിപ്പാട് സ്വദേശിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. ഹരിപ്പാട് കുമാരപുരം സ്വദേശി വിജിത്താണ് മരിച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ വിജിത്ത് മരണപ്പെട്ടെന്നും ബന്ധുവെന്നവകാശപ്പെട്ട മലയാള യുവതി മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിച്ചെന്നുമാണ് അന്വേഷണത്തിൽ വെളിവായത്. കഴിഞ്ഞ നവംബറിന് ശേഷം വിജിത്തുമായി ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും ഇതേ തുടർന്ന് ഹരിപ്പാട് പോലീസിൽ പരാതി നൽകിയെന്നും സഹോദരൻ വിജേഷ് പറയുന്നു. ഹരിപ്പാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ഡിസംബർ 10-ന് വിജിത്ത് തമിഴ്നാട് കൃഷ്ണഗിരിയിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ചതായും മൃതദേഹം ബന്ധുവെന്നവകാശപ്പെട്ട കായംകുളം കണ്ടല്ലൂർ സ്വദേശിനി ലേഖ ഏറ്റുവാങ്ങി സംസ്കാരം നടത്തിയതായും വിവരം ലഭിച്ചു. വിജിത്തിന്റെ വീടും ബന്ധുക്കളെയും ഒക്കെ അറിയുന്ന ലേഖ ബന്ധുക്കളെ ആരെയും മരണവിവരം അറിയിക്കാഞ്ഞത് ദുരൂഹമെന്നാണ് ബന്ധുക്കളുടെ നാട്ടുകാരുടെയും ആക്ഷേപം. ഒന്നും അറിയിച്ചിട്ടില്ല. നമ്പർ എല്ലാവർക്കും അവർക്ക് ഈ നമ്പർ അറിയാം. കാര്യം ഈ സ്ത്രീ പലിശയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എൻ്റെ നമ്പർ അറിയാം, എൻ്റെ സഹോദരൻ്റെ നമ്പർ അറിയാം. അതിനുശേഷം അവർ 2 പ്രാവശ്യം നാട്ടിൽ വന്നു എന്നും നമ്മുടെ പോലീസിലൊന്നും അറിയാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ വിവരം അറിയിച്ചില്ല? അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പോയി അത് എടുത്തുകൊണ്ട് വരത്തില്ലായിരുന്നു. ഒരു തെളിവില്ലാതെ നശിപ്പിച്ചു കളഞ്ഞു. വിജിത്തിന്റെ ഫോൺ തകർന്ന നിലയിലാണ്. സിം കാർഡുകളും നഷ്ടപ്പെട്ടു. അവിവാഹിതനായ വിജിത്ത് വിവാഹിതനാണെന്നാണ് തമിഴ്നാട് പോലീസിൽ വിവരം നൽകിയത്. ചെങ്ങന്നൂർ സ്വദേശി ഗോപാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു. ചെങ്ങന്നൂർ കല്ലീശ്വര സ്വദേശി ഒരു ഗോപാലകൃഷ്ണൻ നായർ, അദ്ദേഹമാണ് ഈ സാധനം എല്ലാം എൻ്റെ കൊണ്ട് തരുന്നത്. അപ്പോൾ അതിനകത്തൊരു ഡയറി ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എൻ്റെയും സഹോദരിയുടെയൊക്കെ ഫോൺ നമ്പറും ഒക്കെ എഴുതി വെച്ചൊരു ഡയറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡയറി തന്നിട്ടില്ല. എന്നിട്ട് പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടുമായിട്ടൊക്കെ കാണിച്ചാൽ പറഞ്ഞു എനിക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് തരാമെന്ന് പുള്ളി പറഞ്ഞു എടുത്തു തരാമെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി എൻ്റെ സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ ഞാൻ നാട്ടിൽ കൊണ്ടുവരും, നീ നാട്ടിൽ വന്നേ പറ്റത്തുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഭീഷണിയും കൂടെ കേട്ടു. ഒരു കാരണവശാലും അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വിവരം ഈ വീട്ടിൽ ഇതേവരെ പറഞ്ഞിട്ടില്ല. വീട്ടുകാർ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ആൾ മരണപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നത് തന്നെ. ഈ മരണത്തിൽ വളരെ ദുരൂഹതയുണ്ട്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രതികളായ ഈ സ്ത്രീയെയും അവരോട് സഹായിച്ച ആരൊക്കെയുണ്ടോ അവരെയും ഒക്കെ പിടിക്കപ്പെടണമെന്നാണ് നമുക്ക് പറയുവാനുള്ളത്. വിജിത്തിന്റെ സഹോദരനെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ലെന്നും വിജിത്ത് പണം നൽകാനുണ്ടായിരുന്നുവെന്നും പിന്നീട് വീട്ടുകാരെ ഈ വിവരം അറിയിച്ചാൽ കൊന്നതാണെന്ന് ആക്ഷേപമുന്നയിച്ചാലോ എന്ന് ഭയന്നാണ് അറിയിക്കാതിരുന്നതെന്നും ലേഖ പറയുന്നു. കേസിൽ പുനരന്വേഷണം വേണമെന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.